എൻ്റെ കർത്താവ് എങ്ങനെ പാർട്ടി രക്ഷപ്പെടും? മാസവരി 10 രൂപ വെച്ച് തരാനുള്ള ഇനിയും ഉണ്ട് 36 പേര്. വലിയ ബാധ്യത കൊടുക്കണമെന്ന് വെച്ചാൽ മാസവരി 10 രൂപ വെച്ചേക്കുന്നത്. അത് വർഷമാണ് അവനൊക്കെ തരണത്. എന്നാൽ പിന്നെ വർഷവരി എന്ന് പറഞ്ഞെങ്കിൽ വെച്ചാൽ പോയി. ഓ ആ ഇത് കണക്കടി പാർട്ടിയുടെ മാസവരിയും ഒക്കെ. പിന്നെ നീ എന്താ വെച്ചാൽ പിന്നെ നിന്റെ തൊഴിലുറപ്പ് പോലെ എടി ചുമ്മാ ഇരിക്കുക. അത് കണക്ക് അത് തുടങ്ങിയിട്ടേ കൊടുത്തിട്ടില്ലല്ലോ മാസവരി. ഇതെന്റെ ഇതിപ്പോ 2 മാസത്തെ എന്റെ പെൻഡിങ് ഉള്ളു. ബാക്കി എല്ലാം ഉണ്ട്. ആ വെള്ളം എടുത്തിട്ടൊന്ന് പോയിക്കേ. എവിടെ? കനകന്റെ കൂടെ. എന്തിന്? നമ്മുടെ അമ്മാവനെ പൊതുപ്രവർത്തകരെ എടുത്തു തുടങ്ങിയ അതല്ല, അമ്മാവനെ അവിടെ നിന്ന് ഭയങ്കര വിഷമിച്ച് വർത്താനം പറയണ. ആരുമില്ല, ഞാൻ അമ്മാവന്റെ ആ കൃഷി സ്ഥലത്തിൽ വെള്ളം കിട്ടണില്ല. അവിടുത്തെ അപ്പുറത്ത് പുതിയൊരാള് വന്നിട്ടുണ്ട്. അതല്ല, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കേൾക്കാതെ പിന്നെ ഈ പറഞ്ഞു നീ പറയണ അങ്ങോട്ട് ചുറ്റാതെ നേരെ കാര്യം പറ. എന്താണ് അമ്മാവൻ അവിടെ ചീരകൃഷി നടത്തിയിട്ടില്ലേ? ആ ചീരകൃഷിക്ക് വെള്ളം അപ്പുറത്തെ ആള് തുറന്നു വിടണില്ലാന്നോ വെള്ളം കൊടുക്കണില്ലാന്നോ ഇപ്പൊ നൂല് പോലെ വെള്ളം കിട്ടണുള്ളൂ എന്നൊക്കെ പറയണു. അപ്പൊ അത് അമ്മാവൻ അയാളായിട്ട് തല്ലി പിടിച്ചെന്ന് തോന്നണോന്ന് ചോദിക്കാൻ ചെല്ലാൻ എന്തേ കനകം പോവാൻ പോകുന്നുണ്ട്. അവിടെ മഴ പെയ്യാനും വെള്ളം വരുത്താനും ഞാൻ അല്ലല്ലോ. അയാളോട് പോയി സംസാരിക്കുമെന്ന് ചെല്ലിട്ടോ പാവം. അല്ല ഇപ്പൊ അമ്മാവൻ ഈ വന്ന് വിഷയം ആരോടൊന്ന് പറഞ്ഞു? കനകനോട് പറഞ്ഞല്ലേ? എന്നാ പിന്നെ കനകൻ നേതാവ് അതങ്ങ് ശരിയാക്കി കൊടുക്കട്ടെ. എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് പറഞ്ഞെങ്കിൽ നീ പോയി ശരിയാക്കി കൊടുക്കും. എടി ഒരു പൊതുപ്രവർത്തകനായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയം ആദ്യം വന്ന് എന്നോട് പറയണം. എന്തായാലും ഞാനത് ഇടപെടുള്ളൂ. ഇപ്പൊ എന്തായാലും കനകനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കനകൻ അത് ശരിയാക്കി കൊടുക്കട്ടെ. പറയാതെ ക്ലീറ്റോ അത് മനസ്സിൽ നിന്ന് എടുത്തു പോയി ചെയ്തു കൊടുക്കുമ്പോ അതിന്റെ ഒരു ഗെറ്റപ്പ് വലിയ മഹാമനസ്കരൊന്നും അല്ല ഞാൻ. ഇതിനേക്കാളും ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ നാട്ടിൽ കിടപ്പുണ്ട്. ഞാൻ അതൊക്കെ സോൾവ് ചെയ്ത് കൊടുത്തോളാം. അങ്ങനെ സമയം കിട്ടുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും സമയം വെറുതെ ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ ഞാൻ പോയി നോക്കാം. അങ്ങനെ നീ നന്ദി. എടി നിന്റെ കമ്മാവ് എന്ത് എന്നോട് വന്ന് പറയാത്തത്? എന്തെന്നോടൊന്ന് പറയാത്തത്? മനുഷ്യൻ അവിടെ ചങ്ക് പൊട്ടിയിരിക്കണു. നിങ്ങളോട് വന്ന് രാവിലെ മൊഴിഞ്ഞാൽ മാത്രമാണ് ചെല്ലാൻ പാടുള്ളൂ. ചങ്ക് പൊട്ടി അവനോട് പോയി പറഞ്ഞാൽ എന്താണ്? അവൻ വിചാരിച്ച വല്ല പിണ്ണാക്കും നടക്കുവോ? എത്ര രൂപയുടെ കൃഷി അവിടെ ഇറക്കി ഇട്ടേക്കണേന്ന് അറിയാമോ? അത് നശിച്ചു പോകുമ്പോ തന്നെ വിഷമം ഉണ്ടാവില്ലേ? നശിച്ചു പോട്ടടി ഓണം. അപ്പൊ ഞാൻ വിചാരിച്ച എന്തെങ്കിലും നടക്കൂന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോട് ആദ്യം വന്ന് പറഞ്ഞേനെ. അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല, ഇത് ഞാൻ പറഞ്ഞതാ. അയ്യോ അമ്മാവൻ അങ്ങനെ ഇല്ല. എന്നാ പിന്നെ വേണ്ട. എന്നാ പിന്നെ കാരണം ഒരു പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ അമ്മാവനും മരുമോനും മരുമോളും ഒക്കെ കൂടെ പോയി അങ്ങ് നിങ്ങൾ ശരിയാക്കി സോൾവ് ചെയ്യും കേട്ടോ. തൽക്കാലം എന്നെ അതിന് കിട്ടൂല. ഞാനിതിൽ ഇടപെടേയില്ല. ഓ നിന്റെ ജോലി ഞാൻ കൂട്ടിക്കോളാം. എനിക്കിതൊക്കെ ഒരുപാട് ജോലി ഇതിനകത്ത് കിടപ്പുണ്ട്. 4-3-7 പേരുടെ വരിസംഖ്യ ആയിക്കോട്ടെ. 4-3-7 പേരായാലും അന്തസ്സുണ്ട്. Alien versus Alien.